ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാംബതയേ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദേ രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതതാനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. തൊണ്ടനമ്പലം. എല്ലാവർക്കും നമസ്കാരം. നല്ല തൊണ്ടനമ്പലം കഫ ഇങ്ങനെ ഇറങ്ങി വരുന്നു. എന്നാലും എനിക്ക് മുടങ്ങാൻ വയ്യ. മക്കളിനെ കാത്തിരിക്കത്തില്ലേ എന്തെങ്കിലും ഇടുമെന്ന്. കാരണം നിത്യേന ആഹാരം കഴിക്കുന്ന സമയം വരുമ്പം ചില മക്കൾക്ക് പറയും, അമ്മ ഇന്നത് കണ്ടില്ലല്ലോ. നമുക്ക് നിത്യേന നമ്മൾ ചായ കുടിക്കും, ആ സമയം വരെ നോക്കിയിരിക്കത്തില്ലേ. അതുകൊണ്ട് ഇപ്പോൾ തൊണ്ടതമ്പലായാലും എന്തുമായാലും ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അത്രയേ ഉള്ളൂ. അതെനിക്കിഷ്ടമാണല്ലോ. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, രാമ 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 പാഹി മാം. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. തൊണ്ടമുലെല്ലാം പോട്ടെ, എല്ലാ മക്കളുടെയും അസുഖം മാറട്ടെ. ആത്മാവിൽ ലയിച്ചങ്ങ് ആനന്ദിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് ക്ഷീണവും വയ്യായ്മയും തോന്നത്തില്ല. ശരീരത്തിലേക്ക് ഒരു വല്ലായ്മ അതൊക്കെ അങ്ങ് മാറും. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും രോഗശാന്തിയും എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ തരട്ടെ. എല്ലാവർക്കും ഇത് മനസ്സിലാക്കാനുള്ള കൃപയും തരട്ടെ. എല്ലാം കൊണ്ടും ഈ ലോക ജീവിത സുഖവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക. എല്ലാ മക്കളും സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് എന്താ വായിക്കേണ്ടതെന്ന് അറിയാമോ? സുഗ്രീവനോട് സഖ്യം ചെയ്യുകയാണ് ഭഗവാൻ ശ്രീരാമനും ലക്ഷ്മണനും കൂടെ ചെന്ന്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചത് ഹനുമൽ സംഗമമായിരുന്നു. ഭഗവാൻ ഇങ്ങനെ ശബരി പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് നടന്നു. നദീ നടത്തി ചെന്നപ്പോൾ എന്ത് വന്നു? അവിടെ ഈ ശ്രീരാമനെ ലക്ഷ്മണനെ കണ്ടപ്പോൾ സുഗ്രീവൻ ഉച്ചാന്തയിൽ പർവ്വതത്തിൻ്റെ മുകളിലിരുന്ന് ഭയക്കുക. ആരാ അവിടെ വരുന്നതെന്ന് അറിയാൻ വയ്യ. കാരണം ബാലിയാണെങ്കിൽ ഈ സുഗ്രീവൻ ഭയന്ന് കഴിയുക. അവിടെ ആരോ ഇദ്ദേഹത്തിനെ വധിക്കാൻ ആരെയോ പറഞ്ഞു വിട്ടെന്ന് കരുതി അദ്ദേഹം ഭയന്നും കൊണ്ട് ഹനുമാനോട് പറഞ്ഞു, ഇവരെ കണ്ടിട്ട് മുനിവേഷമാണ് താനും ശ്രീരാമൻ ലക്ഷ്മണനും. അതുകൊണ്ട് ഹനുമാൻ്റെ വേഷം മാറി ഒരു ബ്രാഹ്മണ വേഷത്തോടുകൂടി ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും വശപശ, അതായത് എന്തെങ്കിലും ദോഷത്തിനാണ് വന്നെങ്കിൽ കൈകൊണ്ട് എന്തെങ്കിലും ആക്ഷൻ കാണിക്കണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കണം ശത്രുവാണെന്ന്. അതല്ല, ശത്രുക്കളല്ല എന്ന് കണ്ടാൽ സന്തോഷമായിട്ട് മുഖത്തിന് നല്ല കൗതുകമായിട്ട് സന്തോഷത്തിലിങ്ങനെ മനസ്സിലാകും. മുഖം കണ്ട് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാമെന്ന് സുഗ്രീവൻ പറഞ്ഞു വിട്ടു. അപ്പോൾ ഹനുമാനായിട്ടല്ല വന്ന ബ്രാഹ്മണ വേഷം കെട്ടിയാണ് ശ്രീരാമൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ എന്തുവാ, ശത്രുക്കളല്ലെന്ന് മനസ്സിലായി. അപ്പോൾ സന്തോഷത്തോടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ യഥാർത്ഥ രൂപം മാറി ഹനുമാനായി മാറി. അപ്പോൾ പറഞ്ഞ് അവിടെ സഖ്യം ചെയ്യാം. സുഗ്രീവൻ്റെ
കപീശ്വരേട്ടൻ അവിടെ ഉണ്ട്. ഞങ്ങൾ 4 പിന്നെ സുഹൃത്തുക്കൾ മന്ത്രിമാർ സുഖരുണ്ട്. അതിൽ ഹനുമാൻ പറഞ്ഞ് എൻ്റെ സ്കന്ധത്തിൽ എൻ്റെ തോളിൽ കയറിക്കൊള്ളൂ, ഞാൻ അവിടെ കൊണ്ടാക്കാം. ഈ വലിയ പർവ്വതമല്ലേ, അപ്പോൾ അവിടെ ഹനുമാന് പെട്ടെന്ന് കയറിപ്പോകാൻ പറ്റും. പക്ഷേ ശ്രീരാമനും ലക്ഷ്മണനും ഞാൻ പരിചയമില്ലല്ലോ. അതുകൊണ്ട് ഹനുമാൻ്റെ യഥാർത്ഥ രൂപമായിട്ട് വലിയ ഹനുമാൻ എന്താ എടുത്ത് പൊക്കിക്കൂടെ, മല പോലും പൊക്കിക്കൊണ്ടുവന്ന ആളല്ലേ. അതുകൊണ്ട് ഭഗവാൻ ഈ ശ്രീരാമനെയും ലക്ഷ്മണനെയും കൂടെ തോളിലാക്കി അവിടേക്ക് കൊണ്ടുപോയി. അങ്ങനെ ആണ് അത്ര നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. നമുക്കിനി സുഗ്രീവനെ കണ്ടിട്ട് ഭഗവാനോട് സഖ്യം ചെയ്തതാണ് നമുക്കത് വായിക്കാനുള്ളത്. എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. നമുക്കിത് മഴയെ കണ്ട് കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകും, അപ്പോൾ പേടിച്ചു പോവല്ലേ. നേരത്തെ ഞാൻ എടുത്തത്, അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ കറണ്ടിനെ അതങ്ങ് കട്ടാക്കി. തൊണ്ടമ്പലം ഉണ്ട് കേട്ടോ. അങ്ങനെ സുഗ്രീവ സഖ്യമാണ്. അപ്പം ഭഗവാൻ ശബരി പറഞ്ഞ വാക്കോർത്ത് ശബരിക്ക് മോക്ഷമൊക്കെ കൊടുത്തപ്പം ശബരി പറഞ്ഞെന്താണ്, മുമ്പോട്ട് ഇത് കണ്ട് പോകുമ്പോൾ സീതയെ കണ്ടു കിട്ടാനുള്ള മാർഗം തെളിഞ്ഞു വരും. അപ്പോൾ ഭഗവാൻ മനസ്സിലായി, ഇത് മാർഗം തെളിഞ്ഞു വരുന്നതാണ്. ശ്രീരാമന് മനസ്സിലായി. ഹനുമാൻ്റെ തോളിൽ കയറി അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ശ്രീരാമ ലക്ഷ്മണന്മാരെ കഴുത്തിലാമാറങ്ങെടുത്തു. ഭഗവാനെയും ലക്ഷ്മണനെയും കൂടെ ഈ ഹനുമാൻ തോളിലങ്ങെടുത്തു, കഴുത്തേലെടുത്ത് നടന്നിതു മാരുതി ഹനുമാൻ രണ്ടുപേരും തോളിലെടുത്തോണ്ട് പോയി. സുഗ്രീവ സന്നിധോ കൊണ്ടു ചെന്നിടിനാൻ. സുഗ്രീവന്റെ അടുത്ത് തന്നെ കൊണ്ടു ചെന്നു. വ്യഗ്രം എന്നിട്ട് പറയുന്നു, ആരോട് പറയുന്നു? സുഗ്രീവൻ വിഷമിച്ചിരിക്കുകയല്ലേ. മുഖഭാവമൊക്കെ കണ്ടപ്പോൾ കുഴപ്പമില്ലെങ്കിലും എന്താ എന്നുള്ള ചിന്ത ഉള്ളിൽ കിടന്ന് പിടയ്ക്കുമല്ലോ. ബാലി വല്ലവരും വിട്ടതാണോ, കൊല്ലാനെങ്ങാണം. അതുകൊണ്ട് സുഗ്രീവനെ അടുത്ത് ചെന്ന് നിന്നിട്ട് ഹനുമാൻ പറയുന്നു, വ്യഗ്രം കളകനീ ഭാസ്കരനന്ദന. ഭാസ്കരൻ സൂര്യൻ, നന്ദനൻ പുത്രൻ, അർക്കപുത്രനാണ്, സൂര്യപുത്രനാണ് സുഗ്രീവൻ. അതുകൊണ്ട് നിന്റെ വിഷമം കളക സുഗ്രീവ എന്ന് ഹനുമാൻ സന്തോഷത്തോട് പറയുക. വ്യഗ്രം കളക നീ ഭാസ്കര നന്ദന. ഭാഗ്യം, അഹോ ഭാഗ്യം, ഓർത്തോളം എത്രയും, അതായത് എത്രത്തോളം ഭാഗ്യമാണ്. പരമാത്മാവല്ലേ അവർ പിന്നെ വധിക്കാനാരോ ശത്രുക്കളാന്ന് കരുതിയിരിക്കുന്നിടത്ത് വന്നതാരാ? ഈശ്വരനല്ലേ, ഭഗവാനല്ലേ, ശ്രീരാമനല്ലേ. അപ്പോൾ അതുകൊണ്ട് ഭാഗ്യമഹോ, എത്രയും ഭാഗ്യമാണ്. അതുകൊണ്ട് നീ വിഷമങ്ങളെല്ലാം കളയൂ ഭാസ്കരനന്ദന, സൂര്യപുത്ര എന്ന് പറഞ്ഞു. ഭാഗ്യമഹോ ഭാഗ്യം, ഓർത്തോളം എത്രയും ഭാസ്കര വംശ സമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകും അനുജനും കാമധാരാർത്ഥം ഇവിടേക്ക് എഴുന്നള്ളി. ഇത് ഭാഗ്യമാണ് ഭാസ്കരനന്ദന. ഇവിടെ ഈ ശ്രീരാമൻ ഭാസ്കര വംശ സമുദ്ഭവൻ, അതായത് അയോധ്യയിൽ അർക്കകുലത്തിൽ ഉത്ഭവിച്ച ശ്രീരാമനാണ്. അപ്പോൾ ഹനുമാൻ പറയുന്നു, ഇവർ അർക്കകുലത്തിൽ ഭാസ്കരൻ എന്ന് പറയുന്ന ആദിത്യനാണ്. ഈ സുഗ്രീവൻ ഭാസ്കര നന്ദന എന്ന് പറയുന്ന അർക്കപുത്രൻ, സൂര്യപുത്രൻ. എന്നാൽ ഈ ശ്രീരാമനോ സൂര്യകുലത്തിൽ ഉത്ഭവിച്ചതും. അപ്പോൾ രണ്ടും കൂടെ എന്തൊരു ചേർച്ചയാ. ഭഗവാൻ സൂര്യകുലത്തിൽ അവതരിച്ചു, സുഗ്രീവൻ സൂര്യൻ്റെ പുത്രനുമാണ്. അതുകൊണ്ട് പറയുന്നു, ഭാസ്കര വംശ സൂര്യവംശത്തിൽ ഉത്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകും അനുജനും. ഇത് ഭഗവാൻ ശ്രീരാമൻ, അനുജൻ ലക്ഷ്മണനാണ്. ഇവരെന്തിനാ ഇവിടെ വന്നത്? കാമധാരാർത്ഥം ഇവിടേക്ക് എഴുന്നള്ളി. സ്വന്തം പ്രിയ പത്നിയെ തിരക്കി അന്വേഷിച്ചാണ് ഇവിടേക്ക് വന്നത്. ശ്രീരാമൻ്റെ ഭാര്യയെ, പത്നിയെ തിരക്കി അന്വേഷിച്ച് ഇവിടേക്ക് വന്നതാണ്. ഇത് സൂര്യകുലത്തിൽ ഉത്ഭവിച്ച ഭഗവാനാണ്, ശ്രീരാമനാണ്. ഇത് അനുജൻ ലക്ഷ്മണനും. അതുകൊണ്ട് നീ ഭയക്കണ്ട, നിന്റെ വിഷമങ്ങളെല്ലാം കളയൂ. എത്രമാത്രം ഭാഗ്യമഹോ ഭാഗ്യം, എത്രത്തോളം എന്ന് ഹനുമാൻ സന്തോഷത്തോടെ സുഗ്രീവനോട് പറയുന്നു. എല്ലാ വിഷമവും മാറത്തില്ലേ, ഉള്ളിൽക്കത് പിടച്ചെങ്കിലും ആ പിടപ്പൊന്നും മാറിയില്ലേ. സുഗ്രീവനോട് ഇവണ്ണം പറഞ്ഞ് അദ്രീശ്വര അഗ്രേ മഹാതരുച്ഛായാ തലേ തഥാ. അങ്ങനെ സുഗ്രീവനോട് ഇതെല്ലാം പറഞ്ഞിട്ട് അദ്രീശ്വരാഗ്രേ, അദ്രി പർവ്വതം, അതിൻ്റെ അഗ്രത്ത് മുകളിൽ, പർവ്വതത്തിൻ്റെ മുകളിൽ വലിയ തരുഛായാതലേ, വലിയൊരു വൃക്ഷത്തിൻ്റെ ഛായ നിഴലിൽ അവിടെ ചെന്നു. പർവ്വതത്തിൻ്റെ ഉച്ചാന്തലയിൽ വലിയ വൃക്ഷത്തിൻ്റെ വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് വിശ്വൈക നായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത തേജസ നിന്ന് അരുളിടിനാൻ. അപ്പോൾ അവർക്ക് ആനന്ദമാണ് ശ്രീരാമനും ലക്ഷ്മണനും. കാരണം നല്ല 3-4 പേരല്ലേ കിട്ടുന്ന, ഈ ഹനുമാനെയും സുഗ്രീവനെയും അങ്ങനെ
വേറെ ഉണ്ട് 4 മന്ത്രിമാരുള്ളത്. ഹനുമാനും വേറെ 2-3 പേരും സുഗ്രീവനും. അപ്പോൾ ഇത് ഒക്കെ കണ്ടപ്പോൾ അതും തോളിലേറ്റുകൊണ്ടപ്പോൾ അവർ നടക്കേ പോലും വേണ്ട എന്ന് സന്തോഷമായിട്ട് തേജസ്സോടു കൂടി തന്നെ അവിടെ നിൽക്കുന്നു. ശ്രീരാമനും ലക്ഷ്മണനും അവിടെ ആ മരച്ചുവട്ടിൽ കൊണ്ട് അവിടെ ഇറക്കി. വാദാത്മജൻ പരമാനന്ദം ഉൾക്കൊണ്ട് നീതിയോട് അർക്കാത്മജനോട് ചൊല്ലിനാൻ. വാദാത്മജൻ അത് മാരുതപുത്രൻ, കാറ്റാണ് മാരുതി പുത്രൻ വെച്ചാൽ മാരുതി വെച്ചാൽ കാറ്റും, വായുപുത്രൻ ആരാണ്? ഹനുമാൻ പരമാനന്ദത്തോട് എന്ത് പറയുന്നു? നീതിയോട് അർക്കാത്മജനോട് പറയുന്നു. സുഗ്രീവനാണ് അർക്കാത്മജൻ. ആത്മജൻ എന്ന് പറഞ്ഞാൽ പുത്രൻ, അർക്കൻ സൂര്യൻ. അപ്പോൾ ഇനി പല പല രീതി വരും. അർക്കനെന്നും സൂര്യൻ എന്നൊക്കെ പറയും പല പേര്, മിത്രാത്മജൻ എന്നൊക്കെ പറയും. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ഇത് ഒത്തിരി അർത്ഥങ്ങൾ പല പ്രാവശ്യം വായിച്ച് മനസ്സിൽ കയറിയെങ്കിലേ അത് കിട്ടുക. അത് പെട്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പം ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് പറ്റത്തുമില്ല. അതുകൊണ്ട് ഞാനൊന്നും എടുത്തെടുത്ത് പറഞ്ഞു തരുന്നതാണ്. എനിക്കാണ് നാക്കോട്ട് തിരിയുന്നതുമില്ല. നാക്കിനകത്ത് ചില സമയത്ത് അങ്ങനെ ഷുഗർ കുറയുമ്പം തിരിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ അക്ഷരങ്ങളിലും എടുത്തെടുത്ത് പറഞ്ഞാലേ ഒന്നും അറിയില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. ആരെങ്കിലും വിചാരിക്കും അക്ഷര ദൃഢത ഇല്ലാത്തതാണെന്ന്. ഇങ്ങനെ പതുക്കെ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പോകും, ഉഴപ്പി പോകുക. അത് എൻ്റെ കുഴപ്പമല്ല, എൻ്റെ ശരീരത്തിൻ്റെ എന്തോ കുറയുന്നതാണ് മക്കളെ. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കല്ലേ. അതുകൊണ്ട് വാദാത്മജൻ ഈ ഹനുമാൻ ആനന്ദത്തോട് നീതിയോട് പറയുന്നു. അർക്കാത്മജനോട് സൂര്യപുത്രനായ സുഗ്രീവനോട് പറയുന്നു, ഭീതി കളക, നിന്റെ ഭയം കളക. നീ മിത്രഗോത്രയെ വന്ന് ജാതന്മാരായൊരു യോഗീശ്വരന്മാരാണ് ഈ ശ്രീരാമ ലക്ഷ്മണന്മാർ. അതായത് നിന്റെ ഭയമല്ല നീ കളയൂ. മിത്രഗോത്രേ സൂര്യവംശത്തിൽ, മിത്രം ആദിത്യൻ, അങ്ങനെ സൂര്യനും മിത്രനും പിന്നെ അർക്കൻ എന്നൊക്കെ പറയുന്നത് സൂര്യനാണ്. അപ്പം ഈ അർക്ക കുലത്തിൽ അതായത് മിത്രഗോത്രത്തിൽ വന്നു, അത് സൂര്യവംശത്തിൽ വന്നു ജാതന്മാരായൊരു യോഗീശ്വരന്മാരാണ് ഈ രാമനും ലക്ഷ്മണനും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എത്രമാത്രം ചേർച്ചയുണ്ട്. സുഗ്രീവനാണെങ്കിലോ സൂര്യപുത്രൻ, ഭഗവാൻ അവിടുത്തെ കുലത്തിൽ ഉത്ഭവിച്ചു. അപ്പം അതുകൊണ്ട് നീ നിന്റെ ഭീതി മൊത്തവും കളയുക, സന്തോഷത്തോടെ ഇരിക്കുക, ആനന്ദത്തോടെ ഇരിക്കുക. ഇതാരാ? ഇത് ഈ ശ്രീരാമനും ലക്ഷ്മണനും ആരാ? അർക്കകുലത്തിൽ ഉത്ഭവിച്ച യോഗീശ്വരന്മാരാണ്, ഈശ്വരന്മാരാണ്. അപ്പോൾ ഇവിടെ വല്ലതും ഭയക്കണോ? ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ എന്തിനു ഭയക്കണം? ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഭഗവാൻ ശ്രീരാമനോ ശ്രീകൃഷ്ണനോ പരമാത്മാവല്ലേ എല്ലാവരും. അങ്ങനെയുള്ള പരമാത്മാവായിരിക്കുന്ന ഈശ്വരനോട് നമുക്ക് കടപ്പെട്ട് നമ്മൾ അത്രമാത്രം ഭക്തനാണ് എങ്കിൽ ആരെ നമുക്ക് ഭയക്കണം? ഒരു ബാലിയും ഭയക്കണ്ട. സുഗ്രീവ നീ ഭയക്കണ്ട. ഇവിടെ ബാലിക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ യോഗീശ്വരന്മാരെ, ഇവിടെ ശ്രീരാമൻ ലക്ഷ്മണനാണ് നമുക്ക് തുണയായി ഇവിടെ ഉണ്ട്. നീ ഇനി ഭയക്കണ്ട. നമ്മൾ ഇതുപോലെ നമ്മളെ ഉള്ളത്തിൽ പരമാത്മാവ് ഉണ്ടെങ്കിൽ അത് ഏത് രൂപത്തിലോ ആയിക്കോട്ടെ, കൃഷ്ണരൂപത്തിലോ വാമന രൂപത്തിലോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഒരു പാറയുടെ രൂപത്തിലോ ഒരു മരത്തിൻ്റെ രൂപത്തിലോ ഏത് രൂപമായാലും പരമാത്മാവാണല്ലോ. അതുകൊണ്ട് ഇവിടെ ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും സാക്ഷാൽ മഹാവിഷ്ണു എന്തായാലും ഇതെല്ലാം ഈശ്വരൻ ഏകനാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ വിഷമങ്ങളെല്ലാം കളഞ്ഞിട്ട്, ഇതാരാ ഈ വന്നിരിക്കുന്നത്? ശ്രീരാമ ലക്ഷ്മണന്മാർ യോഗീശ്വരന്മാരാണ്. അതുകൊണ്ട് ഇത് ശ്രീരാമ ലക്ഷ്മണന്മാർ എഴുന്നള്ളിയത് ആരെയും പേടിക്ക വേണ്ട. ഭവാനിനി ഇനി ഒരു ബാലിയോ ഒരുത്തയും നീ ഭയക്കണ്ട. വേഗേന ചെന്ന് വന്ദിച്ച് സഖ്യം ചെയ്ത് ഭാഗവത പ്രിയനായി വസിച്ചിടുക. നമ്മളും ഇതുപോലെ വേണം. നമുക്ക് ഭഗവാൻ എന്നുള്ളൊരു ചിന്ത വരുമ്പം നമ്മൾ എന്ത് വേണം? ഭാഗവതപ്രിയനാവണം, നമ്മൾ ഭക്തനാകണം. ഒരു ഭാഗവതന പ്രിയ ചിന്ത. നമ്മൾ ഈശ്വരൻ്റെ ചിട്ട, അതാണ് ഭാഗവതപ്രിയൻ. നമ്മൾ ഇതിൽ എന്താ പറഞ്ഞേക്കുന്നത് അത് നമ്മൾ അങ്ങോട്ട് ആവുക. അങ്ങനെയാണ് നമ്മൾ ഭക്തനാ. വെറുതെ ഒന്നും കർമ്മങ്ങളൊക്കെ വേണ്ടാത്ത കർമ്മങ്ങളും ചെയ്ത് ദുഷിച്ച കർമ്മങ്ങളും ചെയ്തിരുന്നാൽ നമുക്ക് ഭാഗവതപ്രിയനാകാൻ പറ്റുമോ? ഒരു ഭാഗവതപ്രിയനാണെങ്കിൽ നല്ല സൽക്കർമ്മങ്ങളും നല്ല ചിന്തകളും നല്ല പ്രവൃത്തിയും എല്ലാം ഒത്തുവരണം. അതാണ് ഭാഗവതപ്രിയൻ. എല്ലാ പിന്നെ പക്ഷികളോടും മൃഗങ്ങളോടും സർവ്വത്തിനോടും ദയയും കരുണയും സ്നേഹവും എല്ലാം ഒത്തിണങ്ങി ഒരു പ്രത്യേക ഒരു രീതിയാണ് ഒരു ഭാഗവതപ്രിയൻ എന്ന് പറയുന്നത്. അത് ഒരുപാട് കാര്യം നമ്മൾ ഭാഗവത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു ഭക്തനായി നീ അടുക്ക ചെല്ലൂ, ഭാഗവതപ്രിയനായി വസിച്ചിടുക. പ്രീതനായ ഒരു സുഗ്രീവനും അന്നേരം ആദരപൂർവ്വം ഉത്ഥായ സസംഭ്രമം വിഷ്ടവനാഥൻ ഇരുന്നരുളിടുവാൻ.
പെട്ടെന്ന് തന്നെ അദ്ദേഹം സുഗ്രീവൻ എന്ത് ചെയ്തു? പ്രീതനായിട്ട് സന്തോഷത്തോടെ ഇരുന്ന് ആദരപൂർവ്വം എഴുന്നേറ്റ് ഉദ്ധായ സസംഭ്രമം. അത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് എന്ത് ചെയ്തു? സസംഭ്രമത്തോടുകൂടി തന്നെ ചെന്ന് വിഷ്ടപനാഥൻ ഇരുന്നരളിടുവാൻ. സാധാരണ അവിടെ കസേരയൊന്നുമില്ലല്ലോ, പർവ്വതമല്ലേ. അവിടെ പെട്ടെന്ന് എന്തിലിരിക്കും? അവിടെ പായോ വല്ലതും ഉണ്ടോ? തറയിലിരിക്കാൻ പറ്റും? അങ്ങനെ ഇരുത്താമോ? അതിഥിയല്ലേ, ഭഗവാനല്ലേ, ആരായാലും അതിഥിയല്ലേ. അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഒരു മനസ്സിലാക്കണം, ഒരു ഭക്തനോ അല്ലെങ്കിൽ ഒരു അതിഥിയോ അതിനേക്കാൾ ഉപരി ഈശ്വരനാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം ആ സസംഭ്രമം അദ്ദേഹം അത് മനസ്സിലായി, പെട്ടെന്ന് തന്നെ ചെന്ന്. അപ്പം നമ്മൾ ഇതുപോലെ മനസ്സിലാക്കണം, നമുക്ക് ഒന്നാം സ്ഥാനം ആ ഈശ്വരന് കൊടുക്കണം. അത് ഏതിലോ ഞാൻ പറഞ്ഞു, മക്കളും ഭർത്താവും വീടും കൂടും അന്നും അല്ല ഒന്നാം സ്ഥാനം, ഭഗവാനെ തന്നെയാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉണരുമ്പോഴേ ഭഗവാനേ എന്നുള്ള ചിന്തയോടെ എഴുന്നേൽക്കണം. എന്നിട്ട് നമ്മൾ ആദിത്യ നമസ്കാരവും ഭൂമിയിലേക്ക് തൊട്ടത് വണങ്ങി ഭഗവാൻ ഒന്ന് ആരാധിച്ച് ദന്തശുദ്ധിയൊക്കെ ചെയ്തിട്ട് ആദിത്യ നമസ്കാരമൊക്കെ ചെയ്തിട്ട് ഭഗവാന് എന്താ പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ടത്? അഥവാ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിലും ഭഗവാനെ ഞാൻ ദാ വരുന്നില്ലേ, സുരേഷ് ഗോപി പറഞ്ഞക്ക് ദാ പോയി, അല്ലെങ്കിൽ പോയി ദാ വന്ന് പറയുന്നത് പോലെ അല്പം എന്തെങ്കിലും പെട്ടെന്ന് കാട്ടിയിട്ട് ഓടി വന്ന് ഭഗവാൻ മനസ്സെങ്ങനെയാ പിടയ്ക്കണം. അത് ഇന്ന് ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ചെയ്യുമ്പോൾ ഭഗവാനെ എന്നുള്ള ചിന്തയിൽ കൂടി അതങ്ങോട്ട് ചെയ്തിട്ട് ഓടി വന്ന് ഭഗവാന്റെ മുമ്പിൽ വെള്ളം. ഭഗവാൻ ഇതൊന്നും വേണ്ട, ഇതൊന്നും ഈശ്വരന് ആവശ്യമില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ വെപ്രാളം അതാണ് അവിടെ ഈശ്വരൻ നോക്കുന്നത്. ഈശ്വരന് ദാഹവും ഒന്നുമില്ല. അദ്ദേഹത്തിന് എന്താ ദാഹിക്കേണ്ട കാര്യം? ലോകം മൊത്തം നിറഞ്ഞ ഭഗവാൻ എന്ത് ദാഹമാണ്. പക്ഷെ നമ്മൾക്ക് വിഷമം വേണം. നമ്മൾക്ക് ഭഗവാന്റെ മുമ്പിൽ കണ്ടി കഴിയുക, തേച്ച് കഴിയുക, വെള്ളവും പുഷ്പവും കൊടുക്കുക, ഭഗവാനെ സ്നേഹിക്കുക, ആരാധിക്കുക, ഇതങ്ങോട്ട് നടത്തിയിട്ട് വേണം നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് പോകാൻ. മുമ്പേ എന്തെങ്കിലും ചെയ്യണമെങ്കിലും ഹൃദയം കിടന്ന് ആദ്യമേ എഴുന്നേൽക്കുമ്പോഴേ നമ്മുടെ ഹൃദയത്തിൽ ആക്കിയിട്ടാണല്ലോ എഴുന്നേക്കുന്നത്, ഭഗവാനെ സ്തുതിച്ചിട്ടാണല്ലോ എഴുന്നേക്കുന്നത്. അത് ഉള്ളിൽ തന്നെ ഇരിക്കണം, പോകരുത്. അതുകൊണ്ട് ഇവിടെ ഇദ്ദേഹം എന്ത് പെട്ടെന്ന് ചെന്ന് വിഷ്ടപനാഥൻ, ഭഗവാൻ ലോകത്തിൻ്റെ നാഥനാ, ഭഗവാൻ ഇരിക്കാൻ ഇരിപ്പിടത്തിന് വേണ്ടി വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ, ഈ ഇലകൾ പല്ലവം ജാലം കൂട്ടം ഒത്തിരി ഇലകൾ ഇങ്ങനെ പറിച്ചെടുത്ത് അവനിയിൽ ഭൂമിയിൽ ഇങ്ങനെ നിരത്തിയിട്ടാൻ. അതുനേരം ഇഷ്ടനാ മാരുതി എന്ത് ചെയ്തു? ഹനുമാൻ ലക്ഷ്മണനും അവരും ചെന്ന് ഒടിച്ചൊടിച്ച് ഭഗവാന് ഇട്ട് കൊടുക്കാൻ സുഗ്രീവൻ ഒടിക്കുന്നു കണ്ടപ്പോൾ തന്നെ മറ്റുള്ളവരും പോയി അവരും ഒടിക്കുന്നു. എല്ലാവർക്കും അപ്പോൾ ആവാമല്ലോ, അത് എല്ലാവരും പോയി അവരവർ തന്നെ ഒടിച്ച് ഇട്ടു. മാരുതി ലക്ഷ്മണനും ഒടിച്ച് ഇട്ട് അത് കണ്ട് സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദാൽ ഒടിച്ചിട്ടരുളിന. അവരെല്ലാവരും പോയി ആളാമൃതി ശ്രീരാം ഭഗവാന് സുഗ്രീവൻ ഒടിച്ചിട്ടത്. ബാക്കി എല്ലാവരും ഓരോരുത്തരോരുത്തർ പോയി ഇതെല്ലാം പിച്ച് കൊണ്ടുവന്ന് തറയിലിട്ട് അങ്ങനെ ഇട്ടരുളിയിടിനാൻ. തുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നിടിനാൻ. എന്നിട്ടോ സന്തോഷത്തോടുകൂടി നേരം അങ്ങ് ഇരുന്നു. എല്ലാവരും ആനന്ദത്തോടുകൂടി തന്നെ ഇരിക്കുന്നത്. കാരണം ആരാ അടുക്കലിരിക്കുന്നേ? അവർക്ക് അത്ര ഭാഗ്യം കിട്ടിയില്ലേ, ഭഗവാന്റെ അടുക്കൽ ഇരിക്കാനും ഈശ്വരനോട് ചേർന്നിരിക്കാനുള്ളൊരു സൗഭാഗ്യം. എന്താ പറയുക. അതുകൊണ്ട് അങ്ങനെ നഷ്ടമായി വന്നത് സന്താപ സംഘവും, വിഷമങ്ങളെല്ലാം പോയി. സുഗ്രീവന് ഒരുപാട് ദുഃഖം ഉണ്ടായിരുന്നു. ഭാര്യയില്ല, അതിനെ തട്ടിയെടുത്തു ബാലി. ഇദ്ദേഹത്തിനെ ഓടിച്ചു വിട്ടു, അനുജനല്ലേ. അപ്പം ബാലി ഇദ്ദേഹത്തിനെ കൈകിട്ടിയാൽ വധിക്കും. അയാളുടെ ഭാര്യ അയാളെടുത്ത് എല്ലാം അങ്ങാര് കൈക്കലാക്കി ജ്യേഷ്ഠൻ. അതുകൊണ്ട് നഷ്ടമായി വന്നത് എന്താ? സർവ്വ ദുഃഖവും പോയി. ആരാ അടുത്തിരിക്കുന്നേ? ദുഃഖം അവിടെ ഉണ്ടാവുമോ? നമ്മുടെ അടുത്ത് ഭഗവാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ദുഃഖമുള്ള ആനന്ദമല്ലേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരൻ എന്ന് വരുത്തി നമ്മൾ എന്ത് ആനന്ദിക്കും. അപ്പോൾ അവിടെ അടുത്ത് ഈശ്വരൻ ഇരിക്കുന്നതുകൊണ്ട്, ഭഗവാൻ ഉള്ളതുകൊണ്ട് എല്ലാ വിഷമവും മാറി. ആരുടെയാ? സുഗ്രീവൻ്റെ. നഷ്ടമായി വന്നത് സന്താപ സംഘവും. സംഘോച്ച ദുഃഖങ്ങളുടെ ഒരു കൂട്ടമാണ്. ഒരുപാട് വിഷമമായിരുന്നു. എന്നും ഒറ്റയ്ക്കിങ്ങനെ ഏതോ ഒരു മലയുടെ മുൻപിൽ എന്തെങ്കിലും വേണമെങ്കിൽ മറ്റുള്ളവരെ കൊണ്ടു കൊടുക്കുന്ന ഈ മന്ത്രിമാർ. അദ്ദേഹം ഇറങ്ങി എങ്ങോട്ടും പോയാൽ, പക്ഷേ ഈ ബാലിക്ക് ആ പർവ്വതത്തിനവിടെ ചെല്ലാൻ പറ്റത്തില്ല, അതിനൊരു ശാപം ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് അവിടെ പോയിരിക്കുന്നത്. അവിടെ ബാലി ചെല്ലാനൊക്കത്തില്ല, അതിനൊരു ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുഗ്രീവനോടെ സന്തോഷമായിട്ട് കഴിയുന്നത്. എന്നാലും മറ്റെങ്ങോട്ടും ഇപ്പോൾ എന്തെങ്കിലും വാങ്ങാനോ എടുക്കാനോ പറ്റും, എല്ലാം കൊണ്ട് കൊടുക്കണ്ടേ ഈ മന്ത്രിമാർ. അതുകൊണ്ട് എല്ലാ ദുഃഖവും മാറി. മിത്രാത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ച് അതുനേരം. അങ്ങനെ മിത്രാത്മജനോട് സുഗ്രീവനോട് ലക്ഷ്മണൻ തന്നെ ഭഗവാൻ ശ്രീരാമൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. വനത്തിൽ വരുന്ന കാര്യങ്ങളും പിതാവിൻ്റെ ആജ്ഞപ്രകാരമാണ് തപസ്സിന് വന്നെന്നും സീത നഷ്ടമായ കാര്യങ്ങളെല്ലാം ലക്ഷ്മണൻ സുഗ്രീവനോട് പറഞ്ഞു കൊടുത്തു. വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരനാം ആദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിടിനാൻ.
ഇത് കേട്ടപ്പോൾ ധീരനായി, വിഷമങ്ങളെല്ലാം അങ്ങ് മാറി. എന്നിട്ട് ധീരനായ ആരാ? സുഗ്രീവൻ എന്ന് പറയുന്നു. ശ്രീരാമചന്ദ്രനോട് പറയുവാണ്, നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ട് നിർണയം. നാരീമണി, നാരികളിൽ വെച്ച് മണി രത്നമാണ് സീത. അങ്ങനെയുള്ള സീതയെ, അങ്ങനെയുള്ള ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞ് എവിടെയെങ്കിലും കണ്ടുപിടിച്ച് തരുന്നുണ്ട് നിർണയം. നിശ്ചയമായിട്ടും സുഗ്രീവൻ പറഞ്ഞു, നാരീമണിയായ സുന്ദരിയായ രത്നമായിരിക്കുന്ന ആ സുന്ദരിയായ സീതാദേവിയെ എവിടെ തിരഞ്ഞെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടു തന്നിരിക്കും നിർണയം. ശത്രുവിനാശനത്തിന് അടിയനൊരു മിത്രമായി വേല ചെയ്യാൻ തവാജ്ഞാവശാൽ. അപ്പോൾ തവ ആജ്ഞ, ഭഗവാന്റെ ആജ്ഞ പ്രകാരം ശത്രുവിനാശനത്തിന് അടിയൻ, ശത്രുവാരാ? രാവണൻ. രാവണന്റെ വിനാശത്തിന് വേണ്ടി മിത്രമായി വേല ചെയ്യാം. സഹോദരനായിട്ട്, ഒരു മിത്രമായിട്ട്, ഒരു സുഹൃത്തായിട്ടൊന്ന് വേല ചെയ്തു തരാം. തവ ആജ്ഞാവശാൽ, ഭഗവാന്റെ ശ്രീരാമന്റെ ആജ്ഞപ്രകാരം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ആജ്ഞാപിക്കണം. അപ്പോൾ അതുപോലെ ചെയ്തു കൊടുക്കാം. ശത്രുവിനെ എന്ത് ചെയ്യണം അതങ്ങ് പറഞ്ഞാൽ മതി. മിത്രമായി ഞാൻ എന്തും ചെയ്തു തരും. അങ്ങ് എനിക്ക് എന്നോട് ആജ്ഞാപിക്കുക. ഏതും ഇത് നിരൂപിച്ച് ഖേദിക്കരുത്, ആദികളൊക്കെ അകറ്റുവൻ നിർണയം. അതുകൊണ്ട് ഇത് ഓർത്ത് ഒന്നുകൊണ്ടും വിഷമിക്കരുത്, ഖേദിക്കരുത്. ഇത് ഓർത്ത് ചിന്തിച്ച് പ്രയാസപ്പെടരുത്. ആദികളൊക്കെ ദൂരെ കളയൂ, ആദികളൊക്കെ അകറ്റി നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്ത്, സകുലം അത് കുലത്തിൽ ആരൊക്കെ ഉണ്ടോ അവനൊക്കെ വധം ചെയ്യും. സുഗ്രീവൻ പറഞ്ഞു, രാവണൻ തന്നെ മാത്രമല്ല സകുലം, ആ കുടുംബത്ത്, രാവണ കുടുംബത്തിൽ എന്തെല്ലാം ഉണ്ടോ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ സകുലം വധം ചെയ്ത് ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ട് ഞാൻ. അതെന്തായാലും ഞാൻ അങ്ങനെ, സുഗ്രീവൻ പറഞ്ഞു. അത് ഇത്രയെല്ലാം സന്തോഷം കൊടുക്കുക ശ്രീരാമൻ. അതുകൊണ്ട് വിഷമിക്കണ്ട, ഒന്നുകൊണ്ടും ഭയക്കണ്ട, എന്തുകൊണ്ടും ഒരു ആജ്ഞാപിച്ചാൽ മതി. ഈ സുഹൃത്തായി മിത്രവേല ചെയ്യാൻ, ഞാനൊരു സുഹൃത്താണ്, ഒരു മിത്രമാണ്, എന്തും പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്തു തരാം. സർവത്തിനെയും നശിപ്പിച്ച് വധിച്ചിട്ട് ഞാൻ ദേവിയെ കൊണ്ടുപോരുന്നതുണ്ട്. അതുകൊണ്ട് വിഷമിക്കാതിരിക്കൂ. ഞാനൊരവസ്ഥ കണ്ടേൻ ഒരു നാൾ, അത് മാനവവീര തെളിഞ്ഞു കേട്ടിടണം. ഭഗവാനെ ശ്രീരാമ, മാനവവീര, മനുഷ്യൻ്റെ തലവൻ, വീരനാണ്. നമ്മളെല്ലാം മനുഷ്യരാണ്. ഭഗവാനുടെ മനുഷ്യനാണ് അവതരിച്ചപ്പോൾ മാനവന്മാരുടെ വീരനായ ഭഗവാനെ ശ്രീരാമ, ഇത് തെളിഞ്ഞ് കേൾക്കണം. സുഗ്രീവൻ പറഞ്ഞു, ഇത് ഞാനൊരു കാര്യം മുമ്പ് കണ്ടു, അത് ഞാൻ പറയാം, അത് ശ്രദ്ധാപൂർവം കേൾക്കണം. ഞാനൊരവസ്ഥ കണ്ടു ഒരു ദിനം. എന്താ അത് പറയുക? മന്ത്രികൾ 4 പേരും ഞാനുമായി അചലാന്തേ വസിക്കുന്ന കാലം ഒരു ദിനം. അചലം അന്തേ അറ്റത്ത്, അചല അന്തേ, ഈ അചലം പർവ്വതത്തിൻ്റെ ഉഗ്രാൻ തലയിൽ മന്ത്രികൾ 4 പേരും സുഗ്രീവനോട് ഇങ്ങനെ കഴിയുന്നൊരു സമയത്ത് ഒരു ദിവസം പുഷ്കര നേത്രയായ ഒരു തരുണിയെ പുഷ്കര മാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരൻ. അത് നേരം ആ സുന്ദരി രക്ഷിപ്പതിന് ആരുമില്ലാഞ്ഞു ദീനയായി രാമരാമേതി മുറയിടുന്നോൾ തവ ഭാമിനി തന്നെ അവളെന്നതേ വരൂ. ഞാനൊരു ദിവസം ഈ കാഴ്ച കണ്ടു. ശ്രീരാമ ഭഗവാനെ പുഷ്കര നേത്രയായ ഒരു തരുണിയെ, സുന്ദരിയായ ഒരു സ്ത്രീ പുഷ്കര മാർഗേണ, ആകാശമാർഗേണ കൊണ്ടുപോയി. ആരാണ്? രക്ഷോവരൻ. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ആ സുന്ദരി, തരുണീമണി സുന്ദരിയാണ്. ആ സുന്ദരി രക്ഷിപ്പതിന് ആരുമില്ലാഞ്ഞതുകൊണ്ട് ദീനയായി രാമ 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 എന്ന് രാമരാമേതി മുറയിടുന്നോൾ കരയുന്നു. അത് അങ്ങയുടെ ശ്രീരാമദേവൻ്റെ ഭാമിനി, ആ സീത തന്നെ അവളത്രേ എന്ന് അതേ വരൂ, അല്ലാതെ മറ്റാരുമല്ല. കാരണം രാമ രാമ എന്നാണ് മുറയിട്ട് കരയുന്നത്. അപ്പോൾ കൊണ്ടുപോയത് ഒരു രാക്ഷസനുമാണ്. ഇത് ഇവർ പർവ്വതത്തിൻ്റെ അഗ്രത്തിലിരുന്ന് കണ്ടു. അങ്ങനെ അതുകൊണ്ട് ഇത് ആ സീത തന്നെയാണ്, അത് ഭഗവാന്റെ ഭാമിനി തന്നെ അങ്ങനെ വരത്തുള്ളു. ഉത്തമയാം അവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോ ഉത്തമാകെ കണ്ട നേരം, ഉത്തമയായ അവൾ രാമാരാമ എന്നാണല്ലോ കരയുന്നു. ഇതും ശ്രീരാമൻ്റെ പേര് രാമനാണല്ലോ. അതുമല്ല, രാവണനാണ് കൊണ്ടുപോയെന്ന് അറിയുകയും ചെയ്തല്ലോ. അതിപ്പം രണ്ടും നോക്കുമ്പോൾ ശരിയാണ്. അതും എന്നിട്ട് പറയുന്നു, ഉത്തമയാം അവൾ ആ സുന്ദരി ഞങ്ങളെ പർവ്വതത്തിൽ വെച്ച് കണ്ടല്ലോ. ആ പർവ്വതേന്ദ്രോ ഉത്തമാകെ, പർവ്വതത്തിൻ്റെ മുകളിൽ ഉച്ചാം സ്ഥലത്തിൽ കണ്ട നേരം പരവശപ്പെട്ട് ആ കൊണ്ടുപോകുന്ന സമയത്ത് നിലവിളിച്ചുകൊണ്ടിരിക്കും. കണ്ടപ്പോൾ അവർക്ക് പരവശമാണ്. അയ്യോ, ഇതാരാ, അവർ കണ്ടാലും മതിയായിരുന്നല്ലോ, ഒരു ചിന്ത വരും. ആരോരും കാണുന്നില്ലല്ലോ, അതാ ദുഃഖം.
ആരും കാണാനല്ലേ ഈ രാവണൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്രയും 3-4 പേര് പർവ്വതത്തിൻ്റെ അറ്റത്ത് ഇരിക്കുമ്പോൾ ഒരു പരവശമുണ്ട്, അയ്യോ അവരെങ്കിലും എന്നെ കണ്ടെങ്കിൽ എന്ന് ചിന്തിക്കും. അപ്പോൾ എന്ത് വന്നു, പരവശപ്പെട്ടിട്ട് ഉത്തരീയത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ അദ്രീശ്വരോ ഉപരി നിക്ഷേപണം ചെയ്ത ആൾ. അപ്പോൾ ബുദ്ധി തോന്നി പെട്ടെന്ന് ഉത്തരീയത്തിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വലിച്ച് കീറിയിട്ട് എന്ത് ചെയ്തു, ആഭരണങ്ങൾ പെട്ടെന്ന് ഊരി അതിൽ പൊതിഞ്ഞ് കെട്ടി താഴേക്ക് കിട്ടും. പർവ്വതമല്ലേ, അപ്പം ഇച്ചിരി അങ്ങോട്ട് മാറിലും വീഴുന്ന അവർക്ക് കാണാം. അവർ നോക്കിയിരിക്കുക, ഇല്ല നിലവിളി കെട്ട് നോക്കിയിരിക്കുക. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വീഴുന്നത് ഇത് പൊതിഞ്ഞ് കെട്ടി പെട്ടെന്ന് തന്നെ അവിടെ ഇട്ടപ്പോൾ എന്ത് വന്നു, അവരുടെ ആഭരണങ്ങളാണ്. ഇത് ആരോട് പറയുക, സുഗ്രീവൻ ശ്രീരാമനോട് പറയുക, ഇത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ കണ്ടു, അത് ശ്രദ്ധിച്ച് കേൾക്കൂ, ഇത് ഇങ്ങനെ സംഭവം ഞാൻ മുമ്പ് കണ്ടു, അത് അങ്ങയുടെ പാമ്പിന് തന്നെയാണ്. അതുകൊണ്ട് ഞാനത് കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വച്ചേൻ, അത് കാണണമെങ്കിലോ കണ്ടാലും. അത് ഞാനെടുത്ത് സൂക്ഷിച്ചു വെച്ചു, അത് കാണണമെങ്കിൽ കണ്ടാലും. അന്നിങ്ങനെ കിട്ടിയൊരു സാധനം, ഒരു എന്താ പറയുക, ഉത്തിരിയം മേൽമുണ്ട്, തലയിലൊക്കെ ഇങ്ങനെ ഇടുമല്ലോ സ്ത്രീകൾ, മുണ്ട്. അതിനകത്ത് കെട്ടിയത് ദാ കണ്ടോ എന്നും പറഞ്ഞ് ഞാനത് കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു കൊണ്ട് വച്ചേൻ, അത് കാണണം, ശ്രീരാമൻ അത് കാണണമെങ്കിൽ കണ്ടാലും എന്ന് പറഞ്ഞ്. ജാനകീദേവി തന്നെ ആഭരണങ്ങളാണോ ഇത്, ജാനകീദേവി തന്നെ ആഭരണങ്ങളോ, മാനവവീര ഭഗവാൻ അറിയാമല്ലോ, നോക്കൂ, ഇതാണോ പാമ്പിൻ്റെ ആഭരണങ്ങളാണോ, ഭഗവാൻ നോക്കൂ, ഭഗവാൻ ഇതറിയാമല്ലോ എന്ന് പറഞ്ഞതെടുത്ത് കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുമ്പിൽ വച്ചിടിനാൻ. അങ്ങനെ ഭഗവാന്റെ ശ്രീരാമൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് സുഗ്രീവൻ അങ്ങ് വച്ചു. ഇത് ഭഗവാനെ, ഇത് അവിടുത്തെ പാമ്പിൻ്റെ ആണോ, നോക്കൂ, ഭഗവാൻ അറിയാമല്ലോ, ഇതാണെങ്കിൽ അറിയാമല്ലോ. അർണോജൻ നേത്രൻ എടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. അപ്പോൾ ഭഗവാൻ എടുത്തപ്പോൾ കണ്ണുനീരൊഴുകുന്നു. കാരണം എന്താ, സത്യമല്ലേ, അവിടെ പിന്നെ വല്ലതും പറയണോ, കണ്ണീർ കാണുമ്പോഴേ സുഗ്രീവൻ അറിയാലോ കറക്റ്റാണെന്ന്, ഭഗവാന്റെ സീത തന്നെയാണത്. അതുകൊണ്ട് അർണോജ നേത്രൻ ഭഗവാൻ ശ്രീരാമൻ്റെ പിന്നെ നേത്രത്തിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വന്നു. അത് കണ്ടപ്പോൾ അതിനെ കുശലം വിചാരിച്ച്, അപ്പോൾ എന്ത് പറയുന്നു, എന്നെ കണക്കെ പിരിഞ്ഞതോ നിങ്ങൾ. സുഗ്രീവൻ ചോദിക്കും, എൻ്റെ കണക്ക് നിങ്ങൾക്കും സംഭവിച്ചോ. ബാലി സുഗ്രീവൻ്റെ ഭാര്യയെ എടുത്തു ഇവനെ ഓടിച്ചിട്ട്. അപ്പം ഇതുപോലെ ഭഗവാനും ശ്രീരാമൻ ഇങ്ങനെ വന്നുപോയോ, ഇങ്ങനെ എന്നെ കണക്കെ പിരിഞ്ഞ് നിങ്ങളിങ്ങനെ പിരിഞ്ഞു. നിങ്ങളും തന്നുങ്കിയാകിയ വൈദേഹിയോട് അയ്യോ സീതേ. ശ്രീരാമൻ വിഷമം കൊണ്ട് കണ്ണുനീർ തൂകിട്ട് മറ്റേ ആൾ ചോദിക്കുന്നു, ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചോ. അപ്പോൾ ഉടനെ തന്നെ ശ്രീരാമൻ തന്നുങ്കിയാകിയ വൈദേഹിയോട് അയ്യോ സീതേ ജനകാത്മജേ, അപ്പോൾ ഇങ്ങനെ സംഭവിച്ചോ, മമ വല്ലഭേ നാഥേ നളിനദലായത ലോചനെ, നളിനം പോലത്തെ താമരയിതൾ പോലത്തെ കണ്ണുള്ള സുന്ദരി, കണ്ണുകൾ കൂടിയവളെ, എൻ്റെ സീതേ, മമ വല്ലഭേ ജനകാത്മജേ, ജനകൻ്റെ പുത്രി, ജനകരാജാവിൻ്റെ മകളാണല്ലോ സീത. അങ്ങനെ എൻ്റെ നാഥേ, രോദനം ചെയ്തു വിഭൂഷണ സഞ്ചയം ആദ്യപൂർവ്വം തിരുമാറിൽ അമിഴ്ത്തിയും. ഇങ്ങനെ കരഞ്ഞും ദുഃഖിച്ചും ഭഗവാൻ എന്ത് ചെയ്തു, ഈ ആഭരണങ്ങളെല്ലാം കെട്ടിലങ്ങോട്ട് മാറിലിങ്ങനെ അമിഴ്ത്തി, എൻ്റെ നാഥേ എൻ്റെ സീതയെ എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞു ശ്രീരാമൻ. അമിഴ്ത്തിയും ഇങ്ങനെ പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ, സാധാരണ ജനങ്ങളെങ്ങനെയാണ് അതുപോലെ. ശ്രീരാമൻ അപ്പോൾ ഒരു മനുഷ്യ രൂപം തന്നെയാകുക. കാരണം ഭൂമിയിൽ ജനിച്ചാൽ അങ്ങനെയാണല്ലോ, ഉള്ളത്തിൽ ചിന്തിച്ചെങ്കിലേ ആത്മീയമായ ഇത് വരത്തുള്ളൂ. അല്ലാതെ സാധാരണക്കാരെ പോലെ തന്നെ ആകും. എപ്പോഴും ചിന്ത മാറി വന്നാലേ അത് വരത്തുള്ളൂ. അപ്പോൾ എന്ത് വന്നു, ഭഗവാനും ഒരു സാധാരണ ഒരു പ്രാകൃതന്മാരെ പോലെ ഭഗവാൻ വിഷമിക്കുക, കരയുക. എന്നാൽ യഥാർത്ഥത്തിൽ പരമാത്മാവിന് ദുഃഖമില്ല, അത് നമ്മൾ അറിയണം. ഈശ്വരന് എപ്പോഴും മേലോട്ടോ താട്ടോ ഒന്നും, എപ്പോഴും സമമാണ്. ഇവിടെ പരമാത്മാവിൻ്റെ അവസ്ഥയിലല്ല ഇപ്പോൾ ശ്രീരാമൻ കാണുന്നത്, സാധാരണ ഒരു മനുഷ്യനെ പോലെയാണ്. എല്ലാവരുടെ മുമ്പിൽ അങ്ങനെയാണല്ലോ. അതുമല്ല വന്യമണ്ഡലത്തിലിരിക്കുന്ന ദേവി അല്ല താനും, എന്നുവെച്ചെങ്കിലും യഥാർത്ഥ സീതയാണല്ലോ. ഉള്ള ഭഗവതിയല്ലേ മാറി വന്യമണ്ഡലത്തിൽ നിൽക്കുന്നുള്ളൂ. സാധാരണ ഒരു മനുഷ്യക്കുട്ടിയാണല്ലോ, അതിനെ അങ്ങനെ അന്നാലും വിഷമിക്കണ്ടേ. അപ്പോൾ പ്രാകൃതന്മാരെ പോലെ അങ്ങനെയുള്ള പുരുഷന്മാർ, പ്രാകൃത പുരുഷന്മാർ വെച്ചാൽ ഒട്ടും ധൈര്യമില്ല, ധൈര്യം ചോർന്ന് ചില ഭാര്യമാർ ഇങ്ങനെ പോയാൽ ചില പുരുഷന്മാർക്ക് നല്ല തൻ്റെയുടെ ധൈര്യമായിട്ട് നിൽക്കും, കണ്ണുനീരോ വിഷമമൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ ഇവിടെ ശക്തിയില്ലാത്ത ബലമില്ലാത്ത ചില പുരുഷന്മാരെ പോലെ, അത് പ്രാകൃതന്മാരാ പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിയാൽ. ഭഗവാൻ ലോകൈകനാഥനും മറ്റുള്ളവരുടെ സങ്കടം അകറ്റുന്ന ഭഗവാൻ. പക്ഷെ ഇവിടെ മനുഷ്യനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ എല്ലാ വികാരങ്ങളും ഉണ്ടാവുമല്ലോ, അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ലോകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന
ശോകന മോഹം കലർന്ന് കിടക്കുന്ന രാഘവനോട് പറഞ്ഞതു ലക്ഷ്മണൻ. ഇത്രയും വിഷമം പിടിച്ചിങ്ങനെ കിടക്കുന്ന ഈ ശ്രീരാമനോട് ലക്ഷ്മണൻ അനുജൻ പറയുന്നു, ദുഃഖിയായ കേതുമേ, രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ച് അംബുജനേത്രയാ സീതയെ കൈക്കൊണ്ടുകൊള്ളാം. ലക്ഷ്മണൻ പറയുന്നു, ഈ വാനര ശ്രേഷ്ഠന്മാരുടെ സഹായത്തോടു കൂടി ഈ എന്തിൻ്റെ പേര് രാക്ഷസനായ രാവണനൊക്കെ വധിച്ചിട്ട് പെട്ടെന്ന് തന്നെ സീതയെ കൊണ്ടുവരാം. പ്രസീത പ്രഭോ ഹരേ, പ്രസാദിച്ചാലും വിഷമിക്കാതിരിക്കൂ ലക്ഷ്മണൻ പറഞ്ഞു. ഈ വാനര ശ്രേഷ്ഠന്മാരുടെ സഹായത്തോടു കൂടി അവരുടെ കുടുംബത്തോടെ എല്ലാത്തിനും നശിപ്പിച്ചിട്ട് സീതയെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാം. അതുകൊണ്ട് ശ്രീരാമനോട് പറയുന്നു, വിഷമിക്കാതെ പ്രസാദിക്കൂ, പ്രസാദിച്ചാലും ഈ ദുഃഖം കളയൂ, പ്രസാദിച്ചാലും പ്രഭോ. സുഗ്രീവനും പറഞ്ഞാൻ അത് കേട്ടുടൻ, വ്യഗ്രയായ കേതുമേ, രാവണൻ തന്നെയും നിഗ്രഹിച്ച് ആശു നൽകിടുവൻ സീതയെ കൈക്കൊള്ളുക ധൈര്യം ധരിത്രീപതേ വിഭോ. അതുകൊണ്ട് അത് ഇത്രയും ലക്ഷ്മണൻ പറഞ്ഞപ്പോൾ സുഗ്രീവനും പറഞ്ഞു, എന്താ പറഞ്ഞേ, വ്യഗ്രയായ കേതുമേ, വിഷമിക്കാതിരിക്കൂ, രാവണൻ തന്നെയും നിഗ്രഹിച്ച് കൊന്നിട്ട് ആശു പെട്ടെന്ന് തന്നെ സീതയും കൊണ്ട് വരും, കൈക്കൊള്ളുക. അതുകൊണ്ട് എന്ത് കൈക്കൊള്ളണം, ധൈര്യം സംഭരിക്കൂ, വിഷമിക്കാതിരിക്കൂ. ധരിത്രീപതേ, അതായത് ഭൂമിയുടെ ഭർത്താവല്ലേ ഭഗവാൻ, സീതയുടെ ഭർത്താവ് ഭൂമിദേവിയല്ലേ, ഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച സീതയല്ലേ, അത് ഭൂമിപുത്രിയല്ലേ. അപ്പോൾ അങ്ങ് സീതയുടെ ഭർത്താവായ ഭഗവാനോട് പറയുന്നു, വിഷമിക്കാതിരിക്കൂ, പെട്ടെന്ന് തന്നെ രാവണനെ വധിച്ചിട്ട് കൊണ്ടുവരാം, അതുകൊണ്ട് ധൈര്യം സംഭരിക്കൂ എന്ന് പറഞ്ഞു. ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും. അതങ്ങനെ ഭഗവാൻ ഇങ്ങനെ കേട്ടപ്പോൾ, സുഗ്രീവൻ്റെ ലക്ഷ്മണൻ്റെ ഈ വാക്കുകൾ ഇങ്ങനെ കേട്ടപ്പോൾ ദശരഥപുത്രൻ എന്ത് ചെയ്യുന്നു, ദുഃഖവും ഒട്ടു ചുരുക്കി വരുവിനാൻ മർക്കട ശ്രേഷ്ഠനാ മാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു, ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും. അല്പം ആശ്വാസമായി ലക്ഷ്മണൻ്റെയും സുഗ്രീവൻ്റെയും വാക്ക് കേട്ടപ്പോൾ പ്രയാസം ഒട്ട് ചുരുക്കി, കുറച്ച് വിഷമം മാറ്റി. അപ്പോഴെന്ത് വന്ന്, ഈ മർക്കടശ്രേഷ്ഠൻ, ഈ സുഗ്രീവൻ മർക്കടശ്രേഷ്ഠനാം മാരുതി അന്നേരം, മർക്കടശ്രേഷ്ഠ ആരാന്നറിയാമോ, ശ്രേഷ്ഠൻ മാരുതി അന്നേരം അഗ്നിയെ ജ്വലിപ്പിച്ച, അങ്ങനെ സഖ്യം ചെയ്യിപ്പിച്ചു, സുഗ്രീവനെ കൊണ്ട് സഖ്യം ചെയ്യിപ്പിക്കാൻ. മർക്കട വാനരനല്ലേ, അവൻ്റെ ശ്രേഷ്ഠനാരാ മാരുതി, ഹനുമാൻ അഗ്നി ജ്വലിപ്പിച്ച്, അഗ്നിസാക്ഷിയായിട്ട് നമ്മളിപ്പോൾ ഒരു വിവാഹം കഴിക്കുമ്പം എല്ലാം അങ്ങനെ മംഗളകർമ്മമെല്ലാം അഗ്നി സാക്ഷിയാക്കുമല്ലേ, ഈശ്വരൻ്റെ പ്രതീകമല്ലേ. അതുകൊണ്ട് അഗ്നിയെയും ജ്വലിപ്പിച്ച് ശുഭമായ ഒരു സമയം നോക്കി പാർത്തിരുന്നിട്ട് എന്ത് ചെയ്തു, സഖ്യം ചെയ്യിപ്പിച്ചു. അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്ത് ചെയ്യിപ്പിച്ച് സഖ്യവും. സുഗ്രീവ രാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു. പരസ്പരം കാര്യവും നല്ലൊരു സമയം നോക്കി തന്നെ അവർ സഖ്യം ചെയ്യിപ്പിച്ചു. അഗ്നി ജ്വലിപ്പിച്ചിട്ട് സുഗ്രീവ രാഘവന്മാരെ, ശ്രീരാമനെ സുഗ്രീവനുടെ മിത്രമായിട്ട് അവർ രണ്ടുകൂടെ ചേർന്ന് സഖ്യം ചെയ്താണ്. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. സുഗ്രീവൻ്റെ കാര്യങ്ങൾ ശ്രീരാമനും ചെയ്തു കൊടുക്കും, ശ്രീരാമൻ എന്താ വേണ്ട വെച്ചാൽ സുഗ്രീവൻ ചെയ്തു കൊടുക്കും. ഇങ്ങനെയുള്ള ഒരു പരസ്പര സ്നേഹബന്ധം, ഒരു സുഹൃത്തുക്കളെല്ലാം ഒത്തൊരുമയാക്കി വെച്ചു. അങ്ങനെ പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്ന് ഉറച്ച് ഖേദം കളഞ്ഞ് ഉത്തുംഗമായ ശൈലാഗ്രേ മരുവിനാറിങ്ങനെ സഖ്യം ചെയ്തിട്ട് അങ്ങനെ ഇതെല്ലാം സിദ്ധിക്കും, നല്ല കാര്യങ്ങൾ, ഈ കാര്യമെല്ലാം വിചാരിച്ചെല്ലാം നടക്കും എന്നെല്ലാം ഉറച്ചിട്ട് അവർ ആത്മഖേദമൊക്കെ കളഞ്ഞു. ഉള്ളിൽ പ്രാണവേദന ഉണ്ടല്ലോ എല്ലാവർക്കും, സീത ഇല്ലാത്ത ദുഃഖം പ്രാണവേദനയല്ലയോ ശ്രീരാമന്. സുഗ്രീവനും ഭാര്യയുമില്ല, നാടും നഗരവും ഒന്നുമില്ല, ഏതോ ഒരു പർവ്വതത്തിന് മുകളിൽ ഒറ്റയ്ക്ക് കഴിയുന്നു. അപ്പോൾ രണ്ടു കൂട്ടർക്കും ഖേദമല്ലേ, ഈ രണ്ടുപേരുടെയും ഖേദമെല്ലാം കളഞ്ഞ് ഉത്തുംഗമായ ശൈലാഗ്രി, ശൈലം പർവ്വതം, അഗ്രം അറ്റത്ത്, പർവ്വതാഗ്രി ആ ഉച്ചാന്തലയിൽ തന്നെ ഇവർ വലിയൊരു വൃക്ഷം, മഹാമേരു വെച്ച വലിയൊരു തരുവിൻ്റെ ആ വൃക്ഷച്ചായൽ അവിടെയാണ് ഇവർ കഴിയുന്നത്. അങ്ങനെ അവിടെ ചെന്ന് മരുവിനാർ. ബാലിയും താനും പിണക്കമുണ്ടായ അതിൻ മൂലമെല്ലാം ഉണർത്തിച്ച് അരുളിനാൻ. പണ്ട് മായാവി എന്നൊരസുരേശ്വരനുണ്ടായതു മയന്തനുടെ പുത്രനായി. അത് ബാലിയും താനും പിണക്കമുണ്ടായ കാലം എല്ലാം ഉണർത്തിച്ചു കൊടുത്തു. ആരാ? ബാലി ജ്യേഷ്ഠനാണ്, സുഗ്രീവൻ അനുജനാണ്. ഇവരെങ്ങൾ എന്തെങ്കിലും പിണങ്ങാനുള്ള കാരണങ്ങൾ ഇതൊക്കെ എല്ലാവരും സുഖമായി ഇപ്പോൾ അവിടെ ഇരിക്കുവാണല്ലോ, എല്ലാവരുടെ ദുഃഖമൊക്കെ മാറി
ഇത്രയും ശ്രീരാമൻ ഭഗവാന്റെ ദുഃഖം മാറ്റിയല്ലോ. ഇനി സുഗ്രീവന്റെ കാര്യം പറയുകയാണല്ലോ, അതിൻ്റെ കാര്യത്തിന് ചർച്ച ചെയ്യേണ്ടത്. അതിന് ഇനി സുഗ്രീവൻ എങ്ങനെയായി ഇങ്ങനെ ഒറ്റയ്ക്കാനുള്ള കാരണം, ബാലി ജ്യേഷ്ഠനാണ്, എന്ത് സംഭവിച്ചു എന്ന് പറയാനുള്ള കാരണങ്ങളുടെ അവിടെ നിന്ന് അവരെല്ലാം അതിനെപ്പറ്റി ചർച്ച ചെയ്യുമോ. ബാലിയും താനും അത് സുഗ്രീവനും പിണക്കമുണ്ടായതിൻ്റെ കാരണം മൂലം, ആ മൂലം അതിൻ്റെ കാരണം, ഈ മൂലം എന്നൊരു കാരണം എല്ലാം ഉണർത്തിച്ചരുളിയിടിനാൻ. അതെന്താ? പണ്ട് മായാവി എന്നൊരു അസുരേശ്വരൻ ഉണ്ടായത്. ഒരു മായാവിയായ ഒരു അസുരൻ ഉണ്ടായിരുന്നു. അസുരനല്ല, അസുരേശ്വരൻ, അസുരന്മാരിൽ വെച്ചും തലവൻ. അവൻ്റെ മയൻ തങ്ങളുടെ പുത്രൻ, അങ്ങനെയുള്ള അവൻ്റെ പേര് മയൻ. അവൻ്റെ പുത്രൻ യുദ്ധത്തിന് ആരുമില്ലാഞ്ഞ് മതിച്ചവൻ ഉദ്ധതനായി നടന്നിടും ദശാന്തരെ. ഈ മയൻ്റെ പുത്രൻ മതിച്ച് അഹങ്കരിച്ച് ആരോടാണ് മത്സരിക്കണമെന്ന് അറിയാൻ യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള രീതിയിൽ അഹങ്കരിച്ച് നടക്കുക. ആരോട് യുദ്ധം ചെയ്യാൻ പറ്റും? ആരും വരണ്ടേ, എതിരെ ഒരാൾ വരണ്ടേ അവനോട് യുദ്ധം ചെയ്യാൻ. അതിങ്ങനെ അഹങ്കരിച്ച് നടന്നു വന്നപ്പോൾ ഉദ്ധതനായി അഹങ്കരിച്ച് നടക്കുമ്പോൾ ദശാന്തരേ വന്നപ്പോൾ കിഷ്കിന്ധയാം പുരിബുക്ക് വിളിച്ചത്. ആരെ? ബാലിയെ വിളിച്ചു യുദ്ധം ചെയ്യാൻ. അങ്ങനെ മർക്കടാധീശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്ന അത് കേട്ട് അതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നത്. വിളിച്ചപ്പം ബാലിക്ക് അങ്ങോട്ട് ക്രുദ്ധനായി, നിന്നെ വിളിക്കാൻ നീ ആരടാ, നീ അത്രയ്ക്ക് കേമന, എന്നപ്പോൾ കാണിച്ചു തരാന്നുള്ള രീതിയിൽ ദേഷിച്ചിട്ട് ബാലി അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു. ക്രുദ്ധനായി ബാലി പുറപ്പെട്ട് ഈ മയൻ്റെ പുത്രനായ അസുരൻ്റെ കൂടെ. അത് കേട്ടത് ക്രുദ്ധനാം ബാലി പുറപ്പെട്ട് ചെന്നുടൻ മുഷ്ടികൾ കൊണ്ട് താടിച്ചത് കൊണ്ട് അതിദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ. ബാലി എന്തോ ഇത് 2 ഇടി കൊടുത്ത്, പുഷ്ടി ചുരുട്ടി 2 ഇടി കൊടുത്തു. അപ്പോൾ ആ ഇടി കൊണ്ട് യുദ്ധത്തിന് വിളിച്ച ആൾ ഓടി മണ്ടി. പക്ഷേ വാനരശ്രേഷ്ഠൻ വിടുവോ? ബാലി വിടുവോ? വാനരശ്രേഷ്ഠനും ഓടി എത്തിയിടിനാൻ. അവൻ്റെ കൂടെ വിട്ടുപിടിച്ചു. വിളിച്ചിട്ടല്ലേ ചെന്നത്, എന്നിട്ട് പിന്നെ അവൻ ഓടിയാ ഇദ്ദേഹം വിടുവോ? അങ്ങനെ ഞാനും അത് കണ്ടു ചെന്നതോ പിന്നാലെ. ഇത് കണ്ട് സുഗ്രീവനും കൂടെ ചെന്ന്, ജ്യേഷ്ഠൻ എന്തിനാ ഇങ്ങനെ ഓടുന്നത്, അവനെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ ഇദ്ദേഹം പുറകെ പോയി. സുഗ്രീവൻ സമയം പോവോ? ദാനവൻ ചെന്ന് ഗുഹയിൽ ഉൾപ്പൊക്കിയതു വാനരശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ. അപ്പോൾ ഈ ഓടിയ ഓട്ടത്തിൽ അവനോട് ചെന്ന് കയറി, ഒരു ഗുഹയിലേക്ക് ചെന്ന് കയറി. ആ അസുരൻ വിളിച്ചവൻ പേടിച്ചോടിയവൻ ഗുഹയിൽ ചെന്ന് കയറിയപ്പോൾ വാനരശ്രേഷ്ഠൻ എന്നോട് പറഞ്ഞു, ഞാൻ അതിൽ പൊക്ക് ഇവൻ തന്നെ ഒടുക്കും, ഞാൻ ആ ഗുഹയ്ക്ക് കയറി ഇവരെ ഞാൻ വധിക്കും, അതുവരെ നീ ഒരു വിഷമവും കൂടാതെ ഈ വാതിൽക്കൽ നിൽക്കണം. അത്രയും പറഞ്ഞ് നമുക്ക് ഇത്രയും മതി. അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാൻ സമയം പോകുന്നോക്കളെ. അതുകൊണ്ടാണ്. എല്ലാവർക്കും നമസ്കാരം. നമുക്കിത് ഓർമ്മയിരിക്കണം. ഞാനങ്ങ് എനിക്ക് ഇപ്പം നാളെ ചുമയൊക്കെ ആകുമായിരിക്കും, ചിലപ്പോൾ അറിയില്ല, ചിലപ്പോൾ അങ്ങ് മാറിയാലോ ആയി. മിക്കവാറും ഇങ്ങനെ മാറി പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം 2-3 വർഷം കൊണ്ട് ഇങ്ങനെ തുടങ്ങിയിരിക്കുമല്ലയോ എന്നും ഇതൊക്കെ തന്നെയെങ്കിലും ഇതിനകത്ത് ഇങ്ങനെ നിന്ന് നടന്നൊക്കെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ നടക്കത്തില്ല. ഈശ്വരകൃപ ഉണ്ടെങ്കിൽ ഇനിയും അങ്ങനെ മുമ്പോട്ട് പോകാമെന്ന് ഞാനൊരു എന്നൊരു നോക്കത്തില്ല. നമുക്ക് ശരീരത്തിന് വേണ്ട സമയത്തൊക്കെ പ്രകൃതി നിയമമല്ലേ, വയ്യാത്തവൻ വയ്യാതാകണം, സുഖം, അതൊക്കെ അദ്ദേഹം ഉള്ളതാണ്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. പനി വരണം, അതുപോലെ മരണം അങ്ങനെ. നമുക്ക് ജനിച്ചാൽ ഒരിക്കൽ മരണമല്ലോ, എന്നും ഇങ്ങനെ ഇരിക്കുമെന്ന് ഉറപ്പെന്തുവാ? ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയാണ്. നമുക്ക് സമയം വരെ നമുക്ക് ഈശ്വരൻ്റെ അടുക്കലേക്ക് പോകണം. ആ ഈശ്വരൻ്റെ അടുക്കലേക്ക് പോകാനുള്ള കാര്യത്തിൽ നമ്മൾ തയ്യാറെടുക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇതൊരു നല്ല കാര്യമാണ്. ഇങ്ങനെയുള്ള കർമ്മങ്ങൾ നമുക്ക് ഉള്ള അറിവ് മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കുന്നത് സത്യം ഈശ്വരന് ഇഷ്ടമുള്ളൊരു കാര്യം. അത് നല്ല പ്രവൃത്തിയല്ലേ. അതും ഈശ്വരനെ അറിയാനുള്ള അറിവാണ്. ഈ അറിവ് നമുക്ക് എത്രയേ ഉള്ളൂ, അല്പമേ ഉള്ളൂ. അത് നമുക്ക് കൊടുക്കുമ്പോൾ ഭഗവാൻ ഇഷ്ടം വരും. ആ ഭഗവാൻ പിന്നെ നമ്മളെ കൈവഴിയോ, നമ്മളെ ഈ നരകത്തിലോട്ട് വിടുവോ? ഭഗവാൻ കൊണ്ടുപോകത്തില്ലേ കൂടെ? ഉറച്ചിരിക്കൂ. ഒരു കാരണവശാലും നമുക്ക് ഒരു വിഷമം വരത്തില്ല. ഭഗവാന്റെ കടുക്ക തന്നെ പോകാം, ഉറച്ചു പോകാം. കാരണം നല്ല പ്രവൃത്തിയെ ചെയ്യാവൂ. ഇതൊക്കെ നല്ല പ്രവൃത്തി, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് ഇതൊക്കെയാണ്. നല്ല കാര്യങ്ങൾ കൊടുക്കണം, നല്ല പ്രവൃത്തിയായിരിക്കണം, നന്മ പറഞ്ഞു കൊടുക്കണം. ആരും ദോഷം ആയിപ്പോകരുത്, എല്ലാവരും നന്മയായി പോകണം എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.